നിശ്ചയം മുടങ്ങിയ സന്തോഷവാർത്ത നന്ദുവിനെ അറിയിച്ച് നമ്മുടെ സ്വന്തം അനി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മുത്തശ്ശനോട് അനി തൻ്റെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. മുത്തശ്ശ, തനിക്ക് വിവാഹ നിശ്ചയം വേണ്ട. താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ തനിക്കൊരു ഭാര്യ ഉണ്ടാകുമെങ്കിൽ അത് നന്ദു തന്നെയായിരിക്കുമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അനിയുടെ കൂടെ നിൽക്കുമ്പോൾ ആ വിവാഹ നിശ്ചയം അവിടെ മുടങ്ങുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ വിവാഹ നിശ്ചയം മുടക്കുകയാണ്, നിർത്തിവെക്കുകയാണ് അവന്തികയോടും ജലജയോടും പറയുമ്പോൾ അവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്രകോപിതരാകുന്നുണ്ടെന്ന് കാണാം. ഇവിടെ നയന ആ ഒരു തീരുമാനം എടുത്തെന്ന് നവ്യയിലൂടെ അറിയുമ്പോൾ നന്ദുവിനെ ഓടിക്കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ അനിയെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നന്ദു അവിടെ വളരെയധികം വിഷമത്തിലാണ്, കുറ്റബോധത്തിലാണ്. പരാതിയും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിലും നന്ദു ആ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് പോകുന്നില്ല എന്ന് കാണാം. അനിയെ പെട്ടെന്ന് കണ്ടതും, എന്തായടാ വിവാഹ നിശ്ചയം നടന്നോ? നീ അവന്തികയ്ക്ക് സ്വന്തമായോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം, നീയല്ലേ പറഞ്ഞത് അവന്തികയെ വിവാഹ നിശ്ചയം നടത്താൻ, മോതിരം അണിയിക്കാനായിട്ട്? ഇപ്പം എന്താ അങ്ങനെ ഒരു ചോദ്യം നന്ദു എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ, അത് ആ സാഹചര്യം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ, എങ്കിലേ ഞാൻ മുത്തശ്ശനോട് നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടുക, വിഷമിക്കൊന്നും വേണ്ട. ഇനി നമ്മൾ രണ്ടുപേരും രണ്ടല്ല ഒന്നാണെന്ന് മുത്തശ്ശൻ പറയുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനോട് ആ സന്തോഷ വാർത്ത പറയുമ്പോൾ, മുത്തശ്ശൻ പറഞ്ഞ വാർത്ത പറയുമ്പോൾ നന്ദു സന്തോഷം കൊണ്ട് അനിയെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.